വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ആയുർവേദ പ്രസവരക്ഷാ മരുന്നുകളുടെ വിതരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മരുന്നുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തുകളിലെ നവജാത ശിശുക്കളുടെ അമ്മമാർക്കായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രത്യേകം സ്പെഷ്യലായിട്ടൊരു പ്രൊജക്റ്റ് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ഒരു മാതൃവന്ദനം എന്ന പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആയുർവേദ വിധിപ്രകാരമുള്ള പ്രസവരക്ഷാ മരുന്നുകളാണ് നമ്മൾ അമ്മമാർക്ക് വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രസവരക്ഷയും പ്രസവാനന്തര പരിചരണത്തിനുമൊക്കെ ആയുർവേദ മരുന്നിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കാരണം നമുക്കതിൻ്റെ ഫലസിദ്ധിയിൽ 100% വിശ്വാസമാണ്. നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ 8ഉം 10ഉം പ്രസവമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് 90-100 വയസ്സായി, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു നടുവിനുവേദന പോലും ഇല്ലാതെ അവരൊക്കെ ആയിരിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ അന്നത്തെ ആ ഒരു ആരോഗ്യകരമായ ജീവിത രീതിയും ഒപ്പം അവർ ഇത്തരം പ്രസവ പരിരക്ഷകളൊക്കെ കൃത്യമായി എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ നമ്മുടെ ഒരു ശീലമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു രീതി അത് തുടർന്ന് ഈ തലമുറയിൽ അന്യം നിന്ന് പോകാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ തലമുറയിലെ യുവതികളായ അമ്മമാർക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ അത് അവർക്ക് ദൗർലഭ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ എല്ലാ ആയുർവേദ ആശുപത്രികളിലും ഇത് ലഭ്യമാക്കിക്കൊണ്ട് നമ്മളിവിടെ 1 ലക്ഷം രൂപയുടെ മരുന്നാണ് കൊടുക്കുന്നത്. അപ്പം അർഹരായ അമ്മമാർക്ക് ഇത് ലഭിക്കും. അപ്പം മരുന്നിനോട് വിമുഖതയില്ലാതെ മരുന്ന് കഴിക്കുക, ഈ മരുന്ന് പ്രസവരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും പുതുതലമുറയിൽ അങ്ങനെ ഒരു അവബോധമുണ്ട്. കാരണം അവരുടെ രൂപഭംഗി നിലനിർത്തുന്നതിനും ശാരീരിക ക്ഷമത അത് നിലനിർത്തുന്നതിനൊക്കെ ഇത് ആവശ്യമാണെന്നുള്ള നമ്മുടെ യുവതികളായ അമ്മമാർക്കും അറിയാം. അപ്പോൾ ഈ ഒരു മരുന്ന് അത് മുന്നോട്ടുള്ള എല്ലാവർക്കും ലഭിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വിജയമെന്ന് പറയുന്നത് നമ്മളുടെ അർഹരായ അമ്മമാരിൽ ഇത് എത്തണം. ഈ മരുന്ന് അതിന് ഏറ്റവും കൂടുതൽ സഹകരിക്കാൻ നമ്മുടെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാർക്ക് അവർക്കാണ് ഇത് കൃത്യമായിട്ട് അമ്മമാരിലേക്ക് എത്തിക്കാൻ കഴിവുള്ളത്. അപ്പോൾ ആ ഒരു സഹകരണമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഏതൊരു പ്രൊജക്റ്റും നമ്മൾ വിജയിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, വാരപ്പെട്ടി പഞ്ചായത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏത് ഗവൺമെൻറ് പ്രൊജക്റ്റ് വരുമ്പോഴും ഏറ്റവും ആദ്യം അത് ഉദ്ഘാടനം ചെയ്ത് ഫലവത്തായിട്ട് അതിൻ്റെ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിന് ഈ ഒരു ഭരണസമിതിക്ക് വലിയൊരു സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കടപ്പാടും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ടിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നന്ദി. ജില്ലാ പഞ്ചായത്തിന്റെ മാതൃവന്ദനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. വാരപ്പെട്ടി ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ MS ബെന്നി, KM സെയ്ദ്, ദീപ ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷജി ബെസി, KK ഹുസൈൻ, പ്രിയ സന്തോഷ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ അമൃത R നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.